ഹായ് സുന്ദരീസ്, നമുക്കൊരു 10 മിനിറ്റിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള വിഷു മേക്കപ്പ് ലുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ലിപ് ബാം ഇടാം. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ്, PH ലിപ് ബാം ആണ്. നമുക്കിങ്ങനെ കാണുമ്പോൾ വൈറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടല്ലേ തോന്നുന്നത്, പക്ഷേ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരും. നല്ല നാച്ചുറൽ ലുക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരു ഐ ക്രീം, ഇത് ഗ്ലൈക്കോളിക് ആസിഡാണ് ലോറിയലിൻ്റെ. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല കൂളിംഗ് എഫക്റ്റാണ് കേട്ടോ കണ്ണിന്. അതും അത് ഡാർക്ക് സർക്കിൾസ് കുറച്ചൊക്കെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ കോൺടാക്ട് ലെൻസ് വെക്കുന്നുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, 1 ഡേ ലെൻസാണ്. ഇത് രണ്ടെണ്ണത്തിനും കൂടിയിട്ട് 150 രൂപ ഒറ്റയാണ് കേട്ടോ. അക്വാ ലെൻസിൻ്റെ ആണ് കേട്ടോ. ഡീറ്റെയിൽസ് കോൺടാക്ട് ലെൻസിൻ്റെ വീഡിയോയിൽ നോക്കിയാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഒരു വിറ്റമിൻ സി സിറം അപ്ലൈ ചെയ്യാം. രാവിലെ ആയതുകൊണ്ട് നമുക്ക് വേറെ സിറത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് വിറ്റമിൻ സി സിറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അത്രയും അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് നല്ല പ്രൊട്ടക്ഷനുമാണ്. അതുമാത്രമല്ല നമുക്ക് മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ടും ഒക്കെ ഗ്ലൈഡായി പോകാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ സിറം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 10 സെക്കൻഡ്സ് ടു 30 സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഫിസിയോജലിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യണത്. അത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. അത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എഗെയിൻ ഒരു 30 സെക്കൻഡ്സ് ടു 1 മിനിറ്റ് ഒന്ന് കൊടുക്കുക. ഇത് ഹൈഫിൻ്റെ ഇത് സൺസ്ക്രീൻ ആണ് കേട്ടോ, കൃതി സനോണിൻ്റെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സൺസ്ക്രീൻ എനിക്ക് ഒരു ലേശം പാടായിട്ട് തോന്നി ബ്ലെൻഡ് ചെയ്യാനായിട്ട്. പക്ഷേ വൺസ് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. 50 ഉണ്ട്, PA++ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെവിയിലും അതേപോലെ കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യണേ. അപ്പോൾ എൻ്റെ മുടി ഞാനൊന്ന് അഴിച്ചിട്ടത് ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഐബ്രോസൊക്കെ ഇങ്ങനെ കറപറാ നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ നാളായിട്ടോ ഞാൻ ത്രെഡ് ചെയ്തിട്ട് ഞാൻ തന്നെ ഇങ്ങനെ പ്ലക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ നിൽക്കണതൊക്കെ ഇങ്ങനെ ഓരോരോ രോമങ്ങൾ പറിച്ചെറിയവേ അങ്ങനെ ഞാൻ പറിച്ചു കേട്ടോ. പിന്നെ അപ്പോഴാണ് നോക്കുമ്പോൾ മീശയുണ്ട് അത്യാവശ്യം. അപ്പോൾ നമ്മൾ അതും ഷേവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ അവിടെ അപ്ലൈ ചെയ്ത് മീശ ഷേവ് ചെയ്തതിന് ശേഷം പിന്നെയും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടു. ഇതൊക്കെ ആദ്യമേ ചെയ്യേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയതാണ്. സ്വിസ് ബ്യൂട്ടിയുടെ പ്രൈമറാണ്. ഭയങ്കര അഫോർഡബിളാണ്. 250 റുപ്പീസ് ഒറ്റയാണ്. പക്ഷേ നല്ലൊരു സിലിക്കൺ പ്രൈമറാണ്. പോഴ്സൊക്കെ ഒന്ന് ബ്ലർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് മെബ്ലിൻ്റെ കൺസീലറാണ്. ഇതും നല്ലതാണ്. ഞാൻ കുറേ കാലമായിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ അല്ല യൂസ് ചെയ്യണത്. എനിക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഇഷ്ടമുള്ള കൺസീലറാണ്. അത് ജസ്റ്റ് ഡാർക്ക്നെസ് ഉള്ള ഭാഗത്ത് വന്ന് കണ്ണിൻ്റെ താഴെയും താഴെയുടെ അവിടെ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഈ ചൂടത്ത് ഫൗണ്ടേഷനൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പം അതിന് നിൽക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. പിന്നെ ഇത് എഗെയിൻ സ്വിസ് ബ്യൂട്ടിയുടെ ബ്ലഷാണ്. അപ്പോൾ അതും ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്രീം ബ്ലഷാണ്. നല്ലൊരു നാച്ചുറൽ ലുക്കാണ് തരുന്നത്. ഇതിപ്പോൾ ഞാൻ മിററിൽ കാണിക്കുമ്പോൾ കുറേ കൂടി എൻ്റെ സ്കിൻ സ്മൂത്ത് എഫക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അതിപ്പോൾ ഞാൻ റിയൽ ആയിട്ട് കാണിക്കുന്നത് കണ്ടിട്ട് സ്കിന്നിൽ അത്യാവശ്യം പോഴ്സും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലും വലിയ കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് ഇത് ബ്ലെൻഡായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഐബ്രോസ് ഒന്ന് ഈരിയതിന് ശേഷം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും സ്വിസ് ബ്യൂട്ടിയുടെ. അയ്യോ, ഇതെന്തായാലും എല്ലാം സ്വിസ് ബ്യൂട്ടി. എനിക്ക് തോന്നുന്നു അഫോർഡബിൾ മേക്കപ്പ് ലുക്ക് നോക്കിയെടുത്തുകൊണ്ടാണ്. അതിനുശേഷം ഞാൻ നൈക്കയുടെ ഒരു ബ്ലഷ് എടുക്കുന്നുണ്ട്. അത് തന്നെ ഞാൻ ജസ്റ്റ് ഐ ഷാഡോ ആയിട്ട് ഇടുകയാണ്. ഒരു പിങ്ക് ഓറഞ്ച് ഷെയ്ഡ് മിക്സ് ആയിട്ട് വരുന്നത് എടുത്താൽ മതി. ഒറ്റ ഷെയ്ഡ് മാത്രം മതി. അതിന് കണ്ണിൻ്റെ മീഡിയം ലൈറ്റായിട്ട് കണ്ണിൻ്റെ താഴെ ഇടുക കേട്ടോ. കാജൽ ഞാൻ മൈഗ്ലാമിൻ്റെ കാജലാണ് യൂസ് ചെയ്യണത്. അത് കണ്ണിൻ്റെ താഴെ, അതേപോലെ കൺപീലിയുടെ സൈഡിലായിട്ടും കൂടി ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കുക. അതേപോലെ കൺപീലിയുടെ മീതെ മുകളിലത്തെ കണ്ണിലിട്ടോ അവിടെ അപ്ലൈ ചെയ്തിട്ട് ലൈറ്റായിട്ട് ബ്രഷ് കൊണ്ടൊന്ന് ഇതേപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് ഒരു 3 മിനിറ്റൊക്കെ മതി ഇങ്ങനെ കണ്ണെഴുതാനായിട്ട്. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ജസ്റ്റ് ഒറ്റ ഐ ഷാഡോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. കാജൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ബ്രഷ് വെച്ചിട്ട് ക്യൂട്ടിപ്പ് വെച്ചിട്ടും വേണമെങ്കിൽ പറ്റും കേട്ടോ. ഫിംഗേഴ്സ് ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് മസ്കാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഐലൈനർ വെച്ചിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഐ ലുക്ക് ഒരു പ്രാക്ടീസും ഒന്നും വേണ്ട, ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് പോലും നമുക്ക് ചെയ്യാം. ആക്ച്വലി കുട്ടികൾക്ക് പോലും എന്ന് പറയേണ്ട ആവശ്യമില്ല, കുട്ടികളാണ് ഇപ്പോൾ ഏറ്റവും നന്നായി ചെയ്യുന്നത്. അപ്പോൾ കോൺടോർ ചെയ്യാനായിട്ട് നോക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ആ ഭാഗത്തൊന്നും ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളത്. നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. എന്തായാലും ഈ സൈഡിലായിട്ട് കുറച്ച് K-Beautyയുടെ കോൺടൂർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതാണ് നമ്മൾ ഇങ്ങനെ താഴേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതൊരു പുതിയ ടെക്നിക്കാണ്, പക്ഷെ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ റിയൽ അപ്പോൾ നേരിട്ട് കാണുമ്പോഴും ഇതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽറ്ററൊന്നുമല്ല. ഇപ്പോൾ എൻ്റെ ചില ഷോർട്സിലൊക്കെ കാണുമ്പോൾ എൻ്റെ കുറേ പേര് ചോദിക്കാറുണ്ട്, ചേച്ചി ഭയങ്കരമായിട്ട് വെളുത്തല്ലോ അങ്ങനെ. അത് ചില ഇതിന് വേണ്ടി നമ്മൾ മോഡൽ ചെയ്യുമ്പോൾ അവർ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ വരുമ്പോൾ കളറിലൊരു വ്യത്യാസം വന്നിട്ടുണ്ടാവും. പക്ഷേ ഇൻ റിയൽ ഇതാണ് കേട്ടോ.
ഓക്കെ, എൻ്റെ കളറിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട് ലിപ്സ് ബ്രൗൺ ഷെയ്ഡിൽ, അത് സ്വിസ് ബ്യൂട്ടിയുടെ. പിന്നെ എഗെയിൻ മാൾസിൻ്റെ ഒരു ലിപ് ക്രയോൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ലിപ് ഗ്ലോസ് ഇട്ടിട്ടുണ്ട്. കാരണം എൻ്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ, ഭയങ്കര ഡ്രൈ ആണ്. എന്നിട്ട് അതിന് ശേഷം മുടി ഒന്ന് സ്ട്രേറ്റൻ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ മുടി ചപ്പറായിട്ടാണ് ഇരിക്കണത്, ഒരു രക്ഷയില്ല കേട്ടോ, നന്നായിട്ട് ഇങ്ങനെ ഫ്രിസി ആയിട്ടാണ് ഇരിക്കണത്. അപ്പോൾ ഞാനിങ്ങനെ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്തിട്ട് നന്നായി ഈരി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു 2 തവണ ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഈ സ്ട്രെയിറ്റ്നർ നമ്മൾ കുറേ തവണ റിവ്യൂ ചെയ്തിട്ടുള്ളത്, എൻ്റെ കയ്യിൽ വർഷങ്ങളായിട്ടുള്ളതാണ്, ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മുടി സ്ട്രെയിറ്റൻ ചെയ്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് മുടി അഴിച്ചിടാണ് കേട്ടോ ചെയ്യുന്നത്. ബാക്കിൽ നമുക്ക് മുല്ലപ്പൂ വയ്ക്കാം. നമുക്ക് സ്ട്രെയിറ്റൻ ചെയ്യാൻ യൂഷ്വലി എൻ്റെ ലെങ്ത്തിലുള്ള മുടിയാണെങ്കിൽ ഒരു 10 മിനിറ്റ്സ് എടുക്കും. നല്ല സ്പീഡൊക്കെ ഉണ്ടെങ്കിൽ ഒരു 7 മിനിറ്റിൽ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തെങ്കിൽ പ്രാക്ടീസ് ആയത് കാരണം ഒരു 5 to 7 മിനിറ്റിനുള്ളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. 5 മിനിറ്റിൽ ഞാൻ ചെയ്തിപ്പോൾ ഞാൻ 5 മിനിറ്റിലാണ് കേട്ടോ ചെയ്തത്. കാരണം വലിയ വലിയ സെക്ഷൻസ് എടുത്തിട്ടല്ലേ ചെയ്തത്. ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് again ബി ബ്ലണ്ടിൻ്റെ ഹീറ്റ് സെറ്റിംഗ് സ്പ്രേ ഒന്ന് യൂസ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിത് ബി വൈസിൻ്റെ റോൾ ഓൺ ആണ്, നല്ലതാണ് കേട്ടോ. അതിൻ്റെ റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. നമുക്ക് പിഗ്മെൻറ്റേഷൻ കുറച്ച് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് നമുക്ക് മുടി കെട്ടാനായിട്ട് ഞാൻ മിഡിൽ പാർട്ടീഷനാണ് എടുക്കണത്, അഴിച്ചിടുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാൻ സൈഡിൽ നിന്ന് 2 സൈഡിൽ നിന്നും കുറച്ച് മുടി ഇതേപോലെ എടുത്ത് ഇർക്കിൾ സ്ലൈഡ് വെച്ച് സെക്യൂർ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ മുടി വെട്ടിയിട്ടിട്ടുള്ള കാരണം അതൊന്ന് ഫ്രണ്ടിലേക്ക് ആക്കിയിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് മുല്ലപ്പൂ വെക്കാവുന്നതാണ് പിന്നിൽ. അപ്പോൾ അധികം മുല്ലപ്പൂ ഒന്നും വെക്കാൻ ഇഷ്ടമല്ലാത്തവർക്കും ഈ ഒരു സ്റ്റൈൽ പരീക്ഷിക്കാവുന്നതാണ്. കാരണം അങ്ങനെ മുല്ലപ്പൂ വെച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ അറിയില്ല, എന്നാൽ മുല്ലപ്പൂ വെച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടാവില്ലേ, ആ ഒരു സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ മുല്ലപ്പൂ നമുക്ക് ജസ്റ്റ് 2ആയിട്ട്, അത് ലെങ്ത്തിനനുസരിച്ചിട്ട് കേട്ടോ, എത്ര നീളമുണ്ട് നോക്കിയിട്ട്. ഇതിപ്പോൾ ഞാൻ ആദ്യം ഒരു തവണ മടക്കി പിന്നെ ഒരു തവണയും കൂടെ മടക്കി, അപ്പോൾ 2 തവണ മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ പിടിച്ച് ഇങ്ങനെ വെക്കാം. യു ഷേപ്പിൽ നമുക്ക് 2 സൈഡിലും ഇതേപോലെ വെക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് അധികം കാണില്ല, പിന്നീന്ന് തൊട്ടുണ്ട് താനും സൈഡ് ചെരിഞ്ഞ് നിൽക്കുമ്പോൾ കാണും. കുറേ കുട്ടികൾക്കൊന്നും അങ്ങനെ അധികം മുല്ലപ്പൂ വയ്ക്കുന്ന ഇഷ്ടമല്ലല്ലോ. അപ്പം അങ്ങനെ ഇതേപോലെ വെക്കാവുന്ന നല്ല ഉണ്ടുണ്ട പൂക്കൾ കേട്ടോ. എന്താ ഇത്ര ഗുണ്ടുപണിയിട്ടിരിക്കണേന്ന് അറിയില്ല, പക്ഷെ എനിക്ക് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇഷ്ടം, അതാ ഭംഗി ശരിക്കും. അങ്ങനെ എന്നിട്ട് നമുക്ക് ഇതെടുക്കാം, ദുപ്പട്ട. അത് ഞാൻ ചെറുതായിട്ട് പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് പിന്നീ കൂടെ കൊണ്ടുവന്ന് സൈഡിൽ ടക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഈ സൈഡിലൊക്കെ നിറയെ പൂക്കൾ വരച്ചിട്ടുള്ള കാരണം ഞാൻ വിചാരിച്ചു അത് കാണത്തക്ക വിധത്തിൽ നമുക്ക് ആ ഫസ്റ്റ് പ്ലീറ്റ് ഇതേപോലെ ഒന്ന് വലിച്ചിട്ട് താഴേക്ക് ആക്കിയിട്ട് പിൻ ചെയ്യാമെന്ന്. അപ്പോൾ അതങ്ങനെ സെക്യൂറായി ഇരുന്നോളൂല്ലോ, അതിന് വേണ്ടിയിട്ട്. വള ഞാൻ കുപ്പിവള ആദ്യം ഒരു സെറ്റ് പച്ച ഇടുന്നുണ്ട്, ഒരു സെറ്റ് ചുമപ്പിടുന്നുണ്ട്. അത് നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ മിക്സ് ചെയ്തിടുന്നതിന് പകരം ഇങ്ങനെ 2 ഭാഗമായിട്ട് ഇട്ടുന്നേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വേണ്ട. പിന്നെ പൊട്ട്, പിന്നെ കമ്മലും മാലയും. അത് എഡോ ബൈ പ്രേങ്കി എന്നുള്ളതാണ് കേട്ടോ. ഇത് കമ്മലും മാലയും. ഇത് നമ്മൾ കഴിഞ്ഞ വിഷുവിനും കാണിച്ചിട്ടുള്ളതാണ്. ഓണത്തിനും നമ്മൾ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ തവണയായിട്ട് അത് യൂസ് ചെയ്യുന്നു. സിമ്പിളാണ്, ഒട്ടും നമ്മുടെ ഔട്ട്ഫിറ്റിൻ്റെ ആ ഒരു ഇത് ഭംഗി കുറയ്ക്കില്ല. നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്ത് പോകുന്നൊരു ജ്വല്ലറിയാണ് കേട്ടോ ഒരുവിധം എല്ലാ ഔട്ട്ഫിറ്റ്സിൻ്റെ. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ എത്തനിക് വെയറിൻ്റെ ഒപ്പം നന്നായിട്ട് ചേർന്ന് പോകുന്നതാണ്. എസ്പെഷ്യലി ഇങ്ങനത്തെ സെറ്റ് മുണ്ടൻ ഔട്ട്ഫിറ്റ്സ് ഇല്ലേ, അതിൻ്റെ ഒപ്പം നന്നായിട്ട് ഈ ജ്വല്ലറി ചേർന്ന് പോകും. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഔട്ട്ഫിറ്റിനെ കുറിച്ചിട്ടാണ് ഇനി മെയിനായിട്ട് പറയേണ്ടത്. ശ്രുതിലയ കളക്ഷൻസ്. ആ കുട്ടി അടിപൊളി, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. സൂപ്പർവായിട്ട് ഇങ്ങനെ വരയ്ക്കും. നമ്മൾ ഏത് ഡിസൈൻ കാണിച്ചു കൊടുത്താലും വരയ്ക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ കുട്ടി കുട്ടി പൂക്കൾ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ റെഫറൻസ് എടുത്ത് കാണിച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുത്തതിനെക്കാട്ടിലും ഭംഗിയായിട്ട് ആൾ വരച്ചു കിട്ടും. അത് ഇത്രയും വരയ്ക്കണേ, ബ്ലൗസിലാണെങ്കിലും ശരി താഴെയാണെങ്കിലും ശരി, ആളെന്നെ വരച്ച് ഞാൻ പാറ്റേൺ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ സ്റ്റിച്ച് ചെയ്ത് അയച്ചു. അതും സ്കേർട്ടിനൊക്കെ ഒരുപാട് പ്ലീറ്റ്സ് ഉണ്ട്, നല്ല വിടർന്നിട്ടുള്ള പ്ലീറ്റഡ് ആയിട്ടുള്ളതാണ്. അതേപോലെ ബ്ലൗസ് ആണെങ്കിലും നല്ല രസമായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിലൊരു വട്ടമൊക്കെ വേണം എന്നുള്ളത്. ആ രീതിക്കൊക്കെ അടിപൊളിയായിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ദുപ്പട്ടയാണെങ്കിൽ 2 സൈഡിലും ബോർഡറൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് ആക്ച്വലി സിമ്പിളായിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ് ലുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ബ്രൈഡാണെങ്കിൽ നമ്മളെ എൻഗേജ്മെൻറ്റ് ലുക്കിനൊക്കെ ചെയ്യാവുന്നതാണ്. മേക്കപ്പ് അപ്പം നമുക്ക് കുറച്ചുകൂടി ഹെവി ആയിട്ട് ചെയ്യാം. ഈ ഔട്ട്ഫിറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് ഹാൻഡ് പെയിൻറ്റഡ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേഴ്സണൽ അല്ലേ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കൊരു ലൈക്ക് ഇങ്ങനത്തെ ഈ വിഷു ഓണം അങ്ങനത്തെ സമയത്തൊക്കെ കോളേജിലൊക്കെ പോകണമെങ്കിൽ അങ്ങനെയും നമുക്ക് സിമ്പിളായിട്ട് ഹാൻഡ് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും പറഞ്ഞാലും മതി അല്ലേ. അപ്പോൾ അവർ അതേപോലെ ചെയ്തു തരും നമുക്ക് എന്താ റെഫറൻസ് ഉള്ളത് വെച്ചാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ
ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹാപ്പി വിഷു, എല്ലാവർക്കും നല്ല അടിപൊളി വിഷു ആവട്ടെ. ഇനിയുള്ളത് എല്ലാം നല്ല അടിപൊളിയാവട്ടെ, സൂപ്പറാവട്ടെ. അതാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് എനിക്ക് വിഷ് ചെയ്യാനുള്ളത്. ലവ് യു ഓൾ സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുട്ടി ബെല്ലൈക്കണുണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി വിഷു വിശേഷങ്ങളായിട്ട് എന്തായാലും അസ്വി വ്ളോഗ്സിൽ വരാം കേട്ടോ. അപ്പോൾ അസ്വി വ്ളോഗ്സ് കാണാൻ മറക്കരുത്. അതിലാണ് നമ്മളെല്ലാ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ അത് എപ്പോഴും നോക്കുക കേട്ടോ. പിന്നെ ഷോർട്സ് നമ്മൾ വേറെ ഇടുന്നുണ്ട്, അതും നോക്കുക. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഉണ്ടാവും, അതും ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ, ഏതെങ്കിലും പ്രോഡക്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എല്ലാവരും പടക്കമൊക്കെ പൊട്ടിക്കുക, സൂപ്പറായിട്ട് സദ്യ കഴിക്കുക, പായസമൊക്കെ കഴിക്കുക, ഡയറ്റും കാര്യങ്ങളൊന്നും നോക്കണ്ട, പൊളിക്കുക, അടിച്ച് പൊളിക്കുക കേട്ടോ. അപ്പോൾ ബൈ ബൈ.